വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോമെട്രിക് വ്യൂ ആൻഡ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ഞാൻ എല്ലാ പ്രോബ്ലംസും ഇതുവരെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനായിട്ടാണ്. ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്ക്വയർ, പ്രിസം, ഐസോമെട്രിക് വ്യൂ ഓഫ് എ പിരമിഡ്, സിലിണ്ടർ ഒക്കെ. അപ്പോൾ എന്താണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഒബ്ജക്റ്റിന്റെ ഓർത്തോഗ്രഫിക് പ്രൊജക്ഷൻ ആയിരുന്നു. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇരിക്കുകയും നമ്മൾ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുകയും ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുകയും ചെയ്യുന്നതിനെ വരച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പ്രൊജക്ഷൻസിനെ ഓർത്തോഗ്രഫിക് പ്രൊജക്ഷൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ വെർട്ടിക്കൽ പ്ലെയിന് പാരലായിട്ടാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കും നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത്. ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഇതിന്റെ ഹൈറ്റ് 50 mm ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കുമ്പോഴും 50 mm തന്നെയായിരുന്നു കൂട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഈ ലെങ്തിന് 0 ലെങ്ത് ഡിസ്റ്റൻസും ആയിരിക്കും ഇത് ഈ പോയിന്റ്, ഇവിടെ നിങ്ങൾക്കുള്ള പോയിന്റിന്. കാരണം അത് പെർപെൻഡിക്കുലർ ടു VP ആണ്. ഇപ്പൊ സപ്പോസ് ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ലെങ്ത് കുറച്ചുകൂടെ ആഡ് ചെയ്ത് വരും. ആ 0 എന്നുള്ള ലെങ്ത് കുറച്ചുകൂടെ കൂടുതൽ വന്നു, അതേസമയം ഇവിടുത്തെ ലെങ്ത് കുറയുകയും ചെയ്തു. ക്ലിയർ? അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് ലൈറ്റ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് വെച്ച് കൂടെ ഞാൻ പറയാം. ഇപ്പൊ സപ്പോസ് ഈ ഒബ്ജക്റ്റിന്റെ ട്രൂ ലെങ്ത് നമുക്ക് VPക്ക് പാരലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. VPക്ക് ഇൻക്ലിനേഷൻ ഇങ്ങോട്ട് വരുന്തോറും ഇവിടെ കിട്ടുന്ന പ്രൊജക്ഷന്റെ ലെങ്ത് എങ്ങനെ വരും, കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, കുറഞ്ഞു ഇത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ലെങ്ത് 0 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ക്ലിയർ? ഇങ്ങനെ വരുമ്പോൾ ലെങ്ത് വരും. അപ്പോ നിങ്ങൾ തിരിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സോളിഡിന്റെ സോളിഡ് ഡയഗണലിനെ പെർപെൻഡിക്കുലർ ആയി നോക്കുന്നതാണ് ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ സപ്പോസ് ഇതാണ് ഐസോമെട്രിക് വ്യൂ. ഈ ഒബ്ജക്റ്റിന്റെ സോളിഡ് ഡയഗണലിന് പെർപെൻഡിക്കുലർ ആകുന്നുണ്ടോ നോക്കുന്നു. ഓക്കെ, അപ്പോ ഈ എഡ്ജുകളെല്ലാം ആക്ച്വലി നിങ്ങൾ വ്യൂ ചെയ്യുന്ന വിഷൻ അല്ലെങ്കിൽ അതിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പാരലായിട്ട് ഒരു എഡ്ജ് പോലും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പൊ സപ്പോസ് ഫ്രണ്ട് വ്യൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 എഡ്ജുകളും പാരലായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ എഡ്ജ് ഇൻക്ലൈൻഡ് ആണ്, ഇത് ഇൻക്ലൈൻഡ് ആണ്, ഇത് ഇൻക്ലൈൻഡ് ആണ്, ഇല്ല നിങ്ങൾ വ്യൂ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങളുടെ ക്യാമറയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇതിന്റെ സോളിഡ് ഡയഗണൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആക്ച്വൽ ഐസോമെട്രിക് വ്യൂ, നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ ഇതിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എല്ലാ ലെങ്തുകളും ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വരക്കുമ്പോൾ അതിന്റെ ട്രൂ ലെങ്ത് എടുത്ത് വെച്ച് വരക്കുന്നത്? തെറ്റല്ലേ? അല്ലെങ്കിൽ അതൊരു ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഐസോമെട്രിക് വ്യൂ ആയിരുന്നു. അതിന്റെ അകത്തെ ലെങ്ത് ആക്ച്വലി റെഡ്യൂസ് ചെയ്യുന്നു, പക്ഷെ നമ്മളത് കൺസിഡർ ചെയ്തില്ല. അപ്പൊ ആ റെഡ്യൂസ് ചെയ്ത ലെങ്ത് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഐസോമെട്രിക് വരക്കുന്നതിനെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയും. ക്ലിയർ? ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പോ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ഐസോമെട്രിക് വ്യൂ ആണ്. വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഒന്നും റെഡ്യൂസ് ചെയ്യത്തില്ല, സെയിം ലെങ്തിൽ തന്നെ നമ്മളിവിടെ ഒബ്ജക്റ്റിനെ വരക്കുന്നു. ഓക്കെ, ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിലോ ആ ഒബ്ജക്റ്റിന്റെ ലെങ്തുകൾ നമുക്ക് അല്പം കൂടെ റെഡ്യൂസ് ആവും. ഇതാണ് ഐസോമെട്രിക് പ്രൊജക്ഷനും ഐസോമെട്രിക് വ്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ കാര്യങ്ങളിലേക്ക് കടന്നു വന്നു. എന്താണ് നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റിന്റെ സോളിഡ് ഡയഗണലിന് പെർപെൻഡിക്കുലർ നമ്മൾ വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒബ്ജക്റ്റിന്റെ എഡ്ജുകളെല്ലാം നമ്മൾ വ്യൂ ചെയ്യുന്നതുമായിട്ട് ഇൻക്ലൈൻഡ് ആണ്. അതിന്റെ ഇൻക്ലിനേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ആദ്യം, എന്നിട്ട് അത് എത്ര ഡിഗ്രിയിലേക്ക് അല്ലെങ്കിൽ എത്ര ലെങ്ത് അപ്പൊ അതിന്റെ റെഡ്യൂസ് ചെയ്തെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു തിയററ്റിക്കൽ ടൈം അല്ലെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വന്നു, അതിന്റെ കോസ് തീറ്റയും ടാൻ തീറ്റയും നമ്മൾ എടുക്കുന്നുണ്ട്, ആംഗിളുകളൊക്കെ എടുക്കുന്നുണ്ട്. അത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആക്ച്വലി ഗ്രാഫിക്സിൽ വരക്കുമ്പോഴത്തേക്ക് വേണ്ട. അത് നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഒരു ഐസോമെട്രിക് സ്കെയിൽ വരച്ചാൽ മതി. അപ്പൊ ആ സ്കെയിലിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എത്ര ലെങ്ത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു.
ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഡയഗണലിന് പെർപെൻഡിക്കുലർ നോക്കുമ്പോൾ എഡ്ജുകളെല്ലാം റിഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കുറയുന്നുണ്ട്. ആ കുറയുന്നത് കൺസിഡർ ചെയ്യാണ്ട് വരച്ചാൽ ഐസോമെട്രിക് വ്യൂ, ആ ലെങ്ത് റിഡ്യൂസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ വരക്കുമ്പോൾ അത് ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഇത്രയും കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി എങ്ങനെ ഈ പ്രൊജക്ഷൻ വരക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ഐസോമെട്രിക് സ്കെയിൽ വരക്കണം. അപ്പൊ അത് ഞാനിപ്പോ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് ഐസോമെട്രിക് സ്കെയിൽ. ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രൂ ലെങ്തിൽ നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് ഐസോമെട്രിക് ലെങ്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അത് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കെയിലാണ്. അപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഇത് ട്രൂ ലെങ്ത് 1 സെന്റിമീറ്റർ ആണ്. ഇത് 2, 3, 4, 5, 6 നമുക്ക് എത്ര ലെങ്തുകൾ വരെ മെഷർ ചെയ്യണോ അത്ര ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. 7, 8. ഇപ്പൊ സപ്പോസ് എന്റെ വരക്കാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനില് ഒരു ഡ്രോ ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് 50 mm ആണ്. 50 mm എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ. അപ്പൊ 50 mm കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് സ്കെയിൽ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ നേരെ വെർട്ടിക്കലായിട്ടുള്ള ലൈൻ താഴത്തേക്ക് പ്രൊജക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്കെയിൽ വരക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വരച്ചു, അവിടുന്ന് 30 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ടുള്ള ലൈൻ വരച്ചു, ദെൻ 45 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ടുള്ള ലൈൻ വരച്ചു. എന്നിട്ട് ഇവിടുന്ന് വെർട്ടിക്കലായിട്ട് താഴത്തേക്ക് ചെയ്യാം. അപ്പോ ഈ ലൈനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യേണ്ട മാക്സിമം ലെങ്ത് എത്രയാണെന്ന് നോക്കിയേക്കാം. ഇപ്പൊ സപ്പോസ് ഇതിന്റെ മാക്സിമം ലെങ്ത് 60 mm ആണ്. അപ്പൊ മിനിമം എനിക്ക് 60 mm എങ്കിലും ഈ ഇതിന് ലെങ്ത് ഉണ്ടായിരിക്കണം. ട്രൂ സ്കെയിലിന് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ വരക്കുന്ന ഒബ്ജക്റ്റ്. അപ്പൊ ഇതാണ് നോക്കിക്കേ, ഇവിടെ ഞാൻ 8 വരെ എടുത്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങളുടെ പേപ്പറിൽ സ്പേസ് ഉള്ള രീതിയിൽ നമ്മൾ ചെയ്യാം. അത് ഹൊറിസോണ്ടൽ ലൈൻ വരക്കുന്നു, 45 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ട് ഒരു ലൈൻ വരക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രൂ സ്കെയിൽ അല്ലെങ്കിൽ ട്രൂ ലെങ്ത് എന്ന് വിളിക്കുന്നത്. 30 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ട് അടുത്ത ലൈൻ വരക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഐസോമെട്രിക് ലെങ്ത്. അപ്പോൾ 5ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് 5 സെന്റിമീറ്ററിൽ നിന്ന് താഴത്തേക്ക് ഒരു ലെങ്ത് മാർക്ക് ചെയ്യുന്നു. ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഐസോമെട്രിക് ലെങ്തിൽ അത് ഒന്ന് ടച്ച് ചെയ്യും. അത് കോമ്പസ് എടുക്കുക. ഇതാണ് ആക്ച്വലി എന്ത്, നമ്മുടെ ഐസോമെട്രിക് ലെങ്ത് ഓഫ് 5 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ദെൻ ഇപ്പോ അതിന്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 60 mm ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 60 mm ൽ നിന്ന് വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്നു. അത് താഴെ ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യും. അതാണ് കറസ്പോണ്ടിങ് ഐസോമെട്രിക് ലെങ്ത് ഓഫ് 60 mm. ഇനി ബാക്കി എല്ലാ പ്രൊസീജിയറും എങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഇത് തമ്മിലൊരു റിലേഷൻ കൂടെ ഉണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് ആക്ച്വൽ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ആ 5 സെന്റിമീറ്റർ നോക്കിക്ക് ഐസോമെട്രിക് ലെങ്ത് ഓഫ് 6 സെന്റിമീറ്ററിന് ഏകദേശം അടുത്താ വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 60യുടെ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കാൻ ഈ സ്കെയിൽ എടുത്ത് ചെയ്യാം. അതല്ലെങ്കിൽ ബൈ കാൽക്കുലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60 into 0.816 ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്ത് 0.82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് കിട്ടും. ഇപ്പൊ 50യുടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 into 0.82 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 41 ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ഐസോമെട്രിക് ലെങ്ത് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ വരുവാണെന്നുണ്ടെങ്കിലും അതുപോലെ നമുക്ക് വാല്യൂ ഏകദേശം 0.82 into 60, അതായത് 8.2 into 60 ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, 49 സംതിങ് വാല്യൂയിലേക്കാണ് വരുന്നത്, 49.4ലേക്ക്. അതാണ് 50 അടുത്ത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ റെഡ്യൂസ് ചെയ്യുന്ന ലെങ്ത് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ വരക്കുന്ന ഐസോമെട്രിക്കിനെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയും. അത് കൺസിഡർ ചെയ്യാൻ ട്രൂ ലെങ്ത് എടുത്ത് വെച്ച് തന്നെ വരക്കുന്ന ഐസോമെട്രിക് വ്യൂ എന്ന് പറയും. ഓക്കെ, ഇനി അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഐസോമെട്രിക് സ്കെയിൽ വരക്കുക. ആ സ്കെയിലില് ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക, 30 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ടുള്ള വരക്കുക, 45 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ട് വരക്കുക. 45 ഡിഗ്രി ഇൻക്ലൈൻ ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് എന്ന് പറയും.
30° ഇൻക്ലൈൻഡ് വരച്ച് കഴിഞ്ഞാൽ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയും. ട്രൂ ലെങ്തിൽ നിന്ന് നമുക്ക് ആക്ച്വൽ ലെങ്തിൽ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ മുകളിൽ താഴത്തേക്ക് വരയ്ക്കുക. ഓക്കെ, ക്ലിയർ? ഇതേ മെത്തേഡ് തന്നെ തിരിച്ച് ചെയ്യാനായിട്ട് ഈ ഐസോമെട്രിക് സ്കെയിലിൽ നിന്ന് നമ്മൾ ഐസോമെട്രിക് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ലെങ്തിൽ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ട്രൂ ലെങ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുന്നതിൽ കൂടെ മുന്നോട്ട് പോവാം. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു അടുത്തൊരു വീഡിയോയിൽ ഞാനിടാം. കാരണം ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഐസോമെട്രിക് വ്യൂ ആൻഡ് പ്രൊജക്ഷൻ എന്നതിനെ പറ്റി ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തൊരു പ്രോബ്ലത്തിൽ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് തന്നെ പോകും. കാരണം ഇത് ഓൾറെഡി 10 മിനിറ്റ്സോളം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഐസോമെട്രിക് പ്രൊജക്ഷന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.